ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നിവിടെ ലോകത്തുള്ള എല്ലാ പേർക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യമായി ഇന്ന് ലോകത്തറിയപ്പെടുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങുന്നതിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ എന്ന് പഠിപ്പിച്ച നമ്മളുടെ ധർമ്മം, ആ ഒരു ധർമ്മത്തിലെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഭാരതീയരായ നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളും ഇന്ന് മറ്റുള്ളവരാൽ തച്ചുടയ്ക്കപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യക്തമായി ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രാചാര സംബന്ധമായിട്ടുള്ള ആന എഴുന്നള്ളിപ്പ് എന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിന് അടിസ്ഥാനമെന്നും എന്താണ് ഇതിലെ പ്രശ്നമെന്നും എന്താണ് ഇതിൻ്റെ പരിഹാരമെന്നും നമുക്ക് വളരെയധികം ചിന്തിക്കണം. എന്തെന്നാൽ ആദ്യമേ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹിംസാപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുതന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വീകരിച്ചതുപോലും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷ എന്നുള്ള പുസ്തകം വായിച്ചാൽ അദ്ദേഹം കുട്ടിക്കാലം മുതൽ, വളർന്നു തുടങ്ങിയ കാലം മുതൽ മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, എഴുതാൻ പറ്റിയ സമയം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നുറക്കെ വിളിച്ചു പറയാൻ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരുപാട് നെഗറ്റീവ് രൂപേണയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാലും അത് ആത്മകഥ എഴുതുമ്പോൾ ഒളിച്ചു വയ്ക്കാതെ എല്ലാവർക്കും തുറന്നു കാണിക്കാൻ അദ്ദേഹത്തിനുണ്ടായ ആ മനസ്സിൻ്റെ ആ ധൈര്യം. ഈശാവാസ്യം ഉപനിഷത്ത് ആദ്യത്തെ 10 ഉപനിഷത്തിൽ പ്രഥമസ്ഥാനീയനാണെന്ന് വേദർഷികൾ നിഷ്കർഷിക്കുമ്പോൾ അതുതന്നെയാകട്ടെ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ആ മഹാത്മാവ് മനസ്സാൽ കരുതി. ആ മഹാപ്രതിഭയുടെ മുമ്പിൽ അഹിംസാവാദത്തിനെതിരായിട്ടുള്ള ഒരു നീക്കുപോക്ക്, ഒരു പ്രവർത്തനം നമ്മുടെ ഭാരതത്തിൽ നടത്തുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആദ്യമേ പറയാൻ അതിനുമൊരു കാരണമുണ്ട്, അത് വഴിയെ വരാം. രണ്ടാമതായി, ഈ ആന എന്ന് പറയുന്ന ഒരു വിഷയം കേരളത്തിൽ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ഗജപരിപാലനം, നാട്ടാന പരിപാലന ചട്ടം, എങ്ങനെയാണ് ആനകളെ കാട്ടിൽ നിന്ന് മെരുക്കി നാട്ടിൽ കൊണ്ടുവന്ന് പോറ്റേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, ഇതൊക്കെ വളരെ വിശദമായിട്ട്, ആനകളുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാതംഗലീല, പാലകാപ്യ മുനിയാൽ രചിക്കപ്പെട്ട മാതംഗലീലയിലും ഹസ്ത്യായുർവേദത്തിലും അതുപോലെ തന്നെ തഞ്ചാവൂർ മാനുസ്ക്രിപ്റ്റിലും വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ അനുഗമിച്ചു വരുന്ന പാരമ്പര്യത്തിനുടമകളാണ് നമ്മളേവരും. ഒരാനയെ കണ്ട് അതിൻ്റെ ലക്ഷണം പറയുക, ആ ആനയുടെ
ലക്ഷണക്കുറവുകൾ എന്തൊക്കെയാണ്, കേമനാണോ, ഏത് ജാതിയിൽ വരുന്ന ആന, ജാതി എന്ന് ഉദ്ദേശിച്ചത് മനുഷ്യർക്ക് ജോലി മുഖേന വ്യവസ്ഥ ചെയ്തിട്ടുള്ള 4 ജാതികൾ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ ഉള്ള 4 ജാതികൾ ആനയുടെ സ്വഭാവം വച്ചിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ തുടങ്ങിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇപ്പോൾ തുടർന്നു വന്നിരിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ, കേരളത്തിൽ യുനെസ്കോ പോലും അംഗീകരിക്കപ്പെട്ട ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു ദൃശ്യവിരുന്നാണ്, ശബ്ദവിരുന്നാണ് തൃശ്ശൂർ പൂരം. ഈ തൃശ്ശൂർ പൂരത്തിൽ വരുന്ന ഘടകപൂരങ്ങളും അതോടൊപ്പം അതിൻ്റെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി, ദേവസ്വം എന്നിവരും ആനകളെ തിരഞ്ഞെടുക്കുന്നതും അവിടെ എഴുന്നള്ളിക്കുന്നതും പൂരങ്ങൾ നടത്തുന്നതും വ്യക്തമായ നിഷ്കർഷയോടുകൂടിയാണ്. എല്ലാ വർഷവും പൂരം തുടങ്ങുന്നതിന് മേടമാസത്തിലെ പൂരം നാളിന് മുമ്പ്, ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് മുമ്പ്, മൃഗസ്നേഹികളെന്ന് പറയപ്പെടുന്ന കുറച്ച് വിദ്വാൻമാർ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് അതിൻ്റെ അനുമതി ഉണ്ടെന്നും പറഞ്ഞു. പെറ്റ എന്നറിയപ്പെടുന്ന വിദേശ പണങ്ങൾ കൊണ്ടിട്ട് കളിക്കുന്ന പെറ്റ, അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പീപ്പിൾസ് ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്. മൃഗസംരക്ഷണ വകുപ്പ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവർ സാക്ഷ്യം ചെയ്ത ആനകളെയാണ് അവിടെ എഴുന്നള്ളിക്കാറുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഈ പറയുന്ന സംഘടനകൾ അവരുടെ ചില സ്വാർത്ഥമതികളായ ചില ആൾക്കാരുടെ കൂട്ടും പിടിച്ച്, ആവശ്യം കേട്ടാൽ നമുക്ക് തന്നെ അതിശയപ്പെട്ടു പോകും. അവർ പറയുന്ന ന്യായങ്ങൾ അന്യായമാണെന്ന് തന്നെ ഒരു പുസ്തകവും പഠിക്കാതെ നമുക്ക് മനസ്സിലാകും. കാരണം നാട്ടാന പരിപാലന ചട്ടം എന്താണെന്നും ആനയുടെ വിശേഷണങ്ങൾ എന്താണെന്നും ആന എന്താണെന്നും എങ്ങനെയാണ് ആന മനുഷ്യന് ചട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുമുള്ള യാതൊരു അറിവും ലവലേശം പോലും തീണ്ടാത്ത വ്യക്തികളായ ഇവർ എന്തർത്ഥത്തിലാണ് പൂരത്തലേന്ന് വന്നിട്ട്, അല്ലെങ്കിൽ പൂരത്തിന് തുടങ്ങുന്നതിന് 1 വർഷത്തെ കാത്തിരിപ്പാണ് പൂരച്ചമയം, പൂരാഘോഷ അറേഞ്ച്മെൻറ്റ്സിന് എടുക്കുന്നത്. ഒരു പൂരം തീർന്ന് പിറ്റേ ദിവസം മുതൽ അടുത്ത പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന തൃശ്ശൂർ പൂരത്തിന് ഇത്രയും വലിയ ഒരു എഫേർട്ട് എടുക്കുന്ന തൃശ്ശൂർ ജനതയ്ക്ക് തലേ ദിവസമോ 2 ആഴ്ചയ്ക്ക് മുമ്പോ വന്ന് കയറിയിട്ട് ആനകൾ പോരാ, ആനയ്ക്ക് അതാണ്, ആനയ്ക്ക് ഇതാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. തൽഫലമായി ഇവിടെ പ്രസ്താവിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പുണ്ടായി? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആചാരമാണ്. അതിനു മുമ്പേ തന്നെ ആനകളെ മെരുക്കി യുദ്ധത്തിനും മറ്റും നാട്ടുരാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനുള്ള തെളിവുകളും നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, തേർപ്പട എന്നറിയപ്പെടുന്ന പല പടകളും യുദ്ധ സൈന്യത്തിലുണ്ടായിരുന്നു. അന്നേ നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാക്കെയുള്ള മഹാഭാരതത്തിൽ വരെ അത് വിവരിക്കുന്നുണ്ട്. 5000 വർഷം പഴക്കമുണ്ട് മഹാഭാരതത്തിന്. അതിൽ വരെ ആനപ്പടയ്ക്കുള്ള പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. 5000 വർഷം എന്ന് പറയുമ്പോൾ മറ്റുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റുള്ള സമുദായങ്ങളൊക്കെ ജന്മം കൊള്ളുന്നതിനൊക്കെ മുമ്പ് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണമാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രം. അതിൻ്റെ ഗോപുരങ്ങൾ ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. 5000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് വൈപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു കേരള മണ്ണിൽ ആനയെ കൊണ്ടുള്ള ആചാരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ക്ഷേത്രത്തിൽ ദേവി അല്ലെങ്കിൽ ദേവൻ കുടിയിരുത്തപ്പെട്ടിരിക്കുന്ന മൂർത്തി ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്ത് എഴുന്നള്ളുന്നത് ശിവേലി എന്നുള്ള ചടങ്ങൊഴികെ, ശിവേലിക്ക് ആന ഉപയോഗിക്കാറുണ്ട്, അത് ഒഴിവാക്കിയാലും ദേവി പുറത്ത് എഴുന്നള്ളുന്നത് പ്രധാനമായും
ആറാട്ട്, വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളി വേട്ട കഴിഞ്ഞിട്ടുള്ള ആറാട്ടിന് വേണ്ടിയാണ്. ഈ ആറാട്ടിന് ദേവിയുടെ വിഗ്രഹം, ആറാട്ട് വിഗ്രഹം എന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹം ക്ഷേത്ര സമീപത്തുള്ള കുളത്തിലോ പുഴയിലോ സമുദ്രത്തിലോ ആറാടേണ്ടതായിട്ടാണ് വ്യവസ്ഥ. അതിനുവേണ്ടി ദേവിയെ വിഗ്രഹം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വാഹനം ആവശ്യമാണ്. ഈ വാഹനത്തെ പൂജ കഴിക്കേണ്ടതും അനിവാര്യമാണ്. ഇത് ഒരു പുരാണത്തിലും ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല ആനയെ ഉപയോഗിക്കണമെന്ന്. പക്ഷേ വാഹന പൂജ കഴിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഈ വാഹന പൂജ കഴിക്കപ്പെടേണ്ട വ്യക്തി ഇപ്പോഴും മനുഷ്യരാൽ വിഗ്രഹത്തെ കൊണ്ടുപോകുന്ന അമ്പലങ്ങളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ, ഇപ്പോൾ നിലനിന്നിരിക്കുന്ന ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനുവേണ്ടി വ്യവസ്ഥ ചെയ്തതും ആദിശങ്കരനാലും, അതും AD 788 മുതൽ AD 820 വരെ ജീവിച്ചിരുന്ന ആദിശങ്കരൻ, ശങ്കരാചാര്യരാൽ ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങളും തൽഫലമായി ഉണ്ടായിരിക്കുന്ന പടിത്തരങ്ങളുമെല്ലാം നമുക്ക് മാറ്റിക്കളയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വാഹന പൂജയ്ക്ക് മനുഷ്യന് ആയിട്ടുള്ള കുറച്ച് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ദേവർഷികൾ, മഹർഷീശ്വരന്മാർ അന്ന് തന്നെ ഇതുപോലെയുള്ള മൃഗത്തെ വാഹന പൂജയ്ക്കും വാഹനവുമായി സങ്കല്പിച്ചത്. ഗണപതിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് നമ്മൾ ഗജത്തെ കാണുന്നത്. ആന എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ, അറിവുള്ളവർക്കറിയാം, ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന ആനയെ എങ്ങനെയാണ് ക്ഷേത്രഭാരവാഹികൾ സ്വീകരിക്കുന്നതും എങ്ങനെയാണ് അതിനെ ആദരിക്കുന്നതെന്നും. സാക്ഷാൽ ഗണപതിയുടെ, വിഘ്നേശ്വരൻ്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ ആനകളെ സങ്കല്പിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു കീഴ്വഴക്കമായിട്ടാണ് ആന കേരള ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പിനും ആറാട്ടിനുമൊക്കെ എത്താൻ ഇടയായിട്ടുള്ളത്. അതിന് പിന്നെ പരിപാലന ചട്ടം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം മുതലായിട്ടുള്ള പൂരങ്ങളിൽ, തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, ഉത്രാളിക്കാവ്, ഇത്തിത്താനം എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ വലിയ പൂരങ്ങളിൽ ആനകളെ നിർത്തുന്നതിന് അതിൻ്റേതായ ചട്ടങ്ങളുണ്ട്. അതായത് 20 മിനിറ്റിൽ കൂടുതൽ നിർത്തിയേക്കേണ്ട സ്ഥലങ്ങളാണെങ്കിൽ മുകളിൽ തണലിന് മേൽപ്പന്തലിടണം. ചൂടാണെങ്കിൽ ആനയെ യഥാസമയം നനയ്ക്കണം. അതുപോലെ തന്നെ ആനയ്ക്ക് വയറ് തണുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളരിക്ക, തണ്ണീർമത്തൻ എന്നിവ നൽകണം. ആവശ്യമായ ജലം കൊടുക്കണം. ആവശ്യമായ പട്ട കൊടുക്കണം. പോഷക മൂല്യങ്ങളുള്ള ആഹാരങ്ങൾ കൊടുക്കണം. ഇത് 2001-2007 കോടതി വിധി പ്രകാരം നിയമമൂലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പീഡനം എന്ന് പറയുന്ന ഒരു വാക്ക് ഈ മൃഗസ്നേഹികൾ ഉപയോഗിക്കാറുണ്ട്. എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല, ഏത് തരത്തിലുള്ള പീഡനമാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കാര്യം, ഇവർ പറയുന്നത് ചട്ടക്കാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന തോട്ടി എന്ന് പറയുന്ന ഒരു 5 അടി നീളമുള്ള ഒരു കോലും അറ്റത്ത് ഒരു വളഞ്ഞ രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇവർ ആനയെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ആനയെ ഉപദ്രവിക്കാനല്ല, മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ കൂർത്ത ഇരിക്കുന്ന ഈ തോട്ടി കൊണ്ട് തൊടുമ്പോഴുണ്ടാകുന്ന ആനയ്ക്കുണ്ടാകുന്ന ആ ചെറിയ ഒരു അനുസരണ, ഇത് മാത്രമാണ് അവർ ചെയ്യുന്നത്. ആനയെ തല്ലുന്നതെന്ന് പറയുന്നത് ചട്ടപ്രകാരം 5 ഓങ്ങലും 6ാമത്തേതിനെ അടിയുമെന്നാണ്. 5 പ്രാവശ്യം ആനക്കാരൻ ഓങ്ങുന്നത് ചിലപ്പോൾ ഈ വ്യക്തികൾ കണ്ടിട്ടുണ്ടാവില്ല. അനുസരണ കേട് കാണിക്കുമ്പോൾ തല്ലുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ചങ്ങലയുടെ കേസ്. ചങ്ങലയെന്ന് പറയുന്നത് മനുഷ്യൻ 60-70 കിലോ ഉള്ള ഒരാൾ 10 പവനും 15 പവനുമുള്ള മാല കഴുത്തിലിട്ടുണ്ട് ആഭരണമായിട്ട് അണിയുന്നു. 5000, 6000, 7000 ടണ്ണൊക്കെ വരുന്ന ആന, വെയിറ്റ് 6000 ടണ്ണോളം വരുന്ന ആന ഈ പറഞ്ഞ ചങ്ങല ശരീരത്തിൽ കിടന്നെന്നും പറഞ്ഞ് അതിന് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന മാലയുടെ ലാഘവം പോലും അതിനുണ്ടാവാറില്ല. അത് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ഈ ചങ്ങല അതിനൊരു എതിരായിട്ട് നിൽക്കത്തുമില്ല. പക്ഷേ ഈ ആന പ്രശ്നം കാണിക്കുന്നത് അതിൻ്റെ മതപ്പാട് കാലങ്ങളിലാണ് കൂടുതലായും. അതല്ലാത്ത സമയങ്ങളിൽ
99% ആനക്കാരന് ചട്ടമായിരിക്കും ആന. ഇത്തരത്തിലുള്ള ആന പരിപാലന ചട്ടങ്ങളെല്ലാം വളരെ കർശനമായി നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന നമ്മളുടെ പൂരങ്ങളിൽ ആനയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തു നടത്തുന്ന പൂരങ്ങളിൽ ഈ പറയുന്ന വസ്തുതകൾ നിരത്തി നമ്മളുടെ ആചാരങ്ങളെ ഇവർ ചോദ്യം ചെയ്തും ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞും കാണിക്കുന്ന ഈ പ്രഹസനങ്ങൾ വെറും അബദ്ധ പ്രചാരണങ്ങൾ മാത്രമാണെന്നുകൂടി ഞാനിതിൽ പറഞ്ഞോട്ടെ. പിന്നെ വേറെ ഒരു ചോദ്യം കൂടി ഇവരോട് ചോദിക്കാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ പെറ്റ, പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, ഒരു കൂട്ടരെ ട്രീറ്റ്മെൻറ്റ് ജീവികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംഘടനയാണെന്നും മറ്റത് മൃഗസംരക്ഷണ വകുപ്പ്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഉത്സവം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ആഘോഷങ്ങളിൽ, മറ്റുള്ള സമുദായക്കാർ ആഘോഷിക്കുന്ന പലതരം ആഘോഷങ്ങളിൽ ഈ പറയുന്ന ജന്തു മിത്രാദികളെ കൊന്നു തിന്നുന്നതിൽ എന്തേ ഇവർക്ക് യാതൊരു സംരക്ഷണവും കൊടുക്കണ്ടേ? ഗോവധം നിർത്തിയപ്പോൾ, മഹാരാഷ്ട്രയിലും മറ്റും ഗോവധം നിർത്തിയപ്പോൾ കേരളത്തിലെ മണ്ടന്മാരായ ആൾക്കാർ ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഇവിടെ ആഘോഷിച്ചു. പശു, കാള, പോത്ത് ഇതൊന്നും മൃഗങ്ങളല്ലേ? ഇവർക്കെന്തേ സംരക്ഷണം വേണ്ടേ? ഒരു ലോറിയിൽ ആനയെ കൊണ്ടുപോകുന്നതിനും ചട്ടങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മളുടെ NH റോഡുകളിൽ നോക്കിയാൽ കാളകളെ കൊണ്ടുപോകുന്നതും പശുക്കളെ കൊണ്ടുപോകുന്നതും കണ്ടാൽ ഒരു ദയനീയമായ കാഴ്ച തന്നെയാണത്. ഈ മൃഗസംരക്ഷണ വകുപ്പ് മൃഗങ്ങളെ കൊല്ലുന്നത് ആദ്യം നിർത്തിയിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഈ ഒരു കാര്യം അവർക്ക് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. ഈ പീഡനം എന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണെന്ന് ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അതിലും വലുതാണ് ഈ കൊല്ലൽ എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ജീവനെടുക്കാൻ ഒരാൾക്കും ഈശ്വര അനുവാദം കൊടുത്തിട്ടില്ല. ആദ്യം ഈ സന്മനസ്കരായിട്ടുള്ള അസോസിയേഷൻ മെമ്പേഴ്സും അതുപോലെ ഇതേപോലുള്ള ആചാരങ്ങൾക്ക് എതിര് നിൽക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളും തങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മൃഗഹത്യയ്ക്ക് ഒരു അറുതി വരുത്തിയതിന് ശേഷം മാത്രം മതി ക്ഷേത്ര ആചാരച്ചടങ്ങിൽ ഇടപെട്ട് ആനകളുടെ പീഡനവും ആനകളെ എഴുന്നള്ളിക്കേണ്ട എന്ന് പറയുന്ന ഈ വാചാലതയും നമുക്ക് മുമ്പിൽ പ്രസംഗിക്കുവാൻ. ഇതൊരു താക്കീതല്ല, ഇത് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉറച്ച തീരുമാനമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പറയുന്ന ചെറിയ കാര്യത്തെ ഒരു വലിയ വിഷയമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അവർക്കത് മനസ്സിലാകും. ആനകളെ എങ്ങനെ പരിചരിക്കണമെന്നും ആനകളെ എങ്ങനെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കണമെന്നും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളുടെ ക്ഷേത്ര ഭാരവാഹികൾ ആനകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നിർബന്ധമായും ആ ആനയെ പോയി കണ്ട് ആനയുടെ നീരുകാലവും ആനയുടെ എല്ലാ രീതിയിലുള്ള സുഖവിവരങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ആനയെ അമ്പലത്തിലേക്ക് ബുക്ക് ചെയ്യാവൂ. അതിനു മുമ്പ് ആനയ്ക്ക് ഒരു കാരണവശാലും ഒന്നിൽ കൂടുതൽ ആനകളെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആന ഓണർമാരായിട്ടോ ഏജൻറ്റുമാരുമായിട്ടോ ഒരു കൊട്ടേഷൻ വ്യവസ്ഥയ്ക്കും തയ്യാറാവരുത്. നിങ്ങൾ ആനയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ആനയെ ബുക്ക് ചെയ്യാവൂ എന്നും കൂടി ഈ ഒരു ചെറിയ സംസാരത്തിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. നാളെയും നമ്മളുടെ ഈ സംസ്കാരം നിലനിൽക്കുമെന്ന ഉറപ്പോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.